നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്തെ ശിഥിലമാക്കിയത് സോണിയാഗാന്ധിയുടെ പകയാണെന്ന് പറഞ്ഞാൽ ശരിയാവും? 100%. നേപ്പാളിലെ ഭരണകൂടത്തെ അട്ടിമറിച്ചത് സോണിയാഗാന്ധിയുടെ പകയാണ്. ഇപ്പോഴത്തെ ഭരണകൂടമല്ല. നേപ്പാളിലുണ്ടായിരുന്ന രാജഭരണത്തെ അട്ടിമറിച്ചത് സോണിയാഗാന്ധിയുടെ പകയാണ്. ഇനി നമുക്ക് വേറൊന്നൂടെ ആലോചിക്കണം. കാരണം സിക്കിം എന്ന് പറയുന്ന സംസ്ഥാനമുണ്ടല്ലോ, സിക്കിം 1975 സിക്കിം ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു, അറിയാമോ? സിക്കിം 75 നടന്ന ഹിതപരിശോധനയ്ക്ക് ശേഷമാണ് ഇന്ത്യയുടെ കൂടെ ചേർന്നത്. അതായത് ചോങ്യാൽ രാജവംശം ആണ് സിക്കിം ഭരിച്ചുകൊണ്ടിരുന്നത്. സിക്കിമിലെ ജനങ്ങൾ പിന്നീട് ഒരു ഹിതപരിശോധന നടത്തിയിട്ട് ഇന്ത്യയുടെ കൂടെ ചേരാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് ഇന്ത്യൻ സംസ്ഥാനമായിട്ട് സിക്കിം മാറിയത്. അല്ലാതെ 1947 മുതലൊന്നും സിക്കിം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതുപോലെ ഇന്ത്യയുടെ കൂടെ ചേരാൻ ആഗ്രഹിച്ചിരുന്നൊരു രാജ്യമാണ് നേപ്പാൾ. കാരണം ഹിന്ദു രാജ്യമാണ്. അവിടെ ബീരേന്ദ്ര രാജാവ് കൊല്ലപ്പെട്ട സംഭവം അറിയാമല്ലോ. അപ്പോൾ ഹിന്ദു രാജകുടുംബം ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യം ഇന്ത്യയുടെ ഭാഗമായി. ഇപ്പോൾ ഭൂട്ടാനിൽ ഈ പറയുന്ന പോലെ ഭൂട്ടാൻ്റെ സ്വതന്ത്ര രാജ്യമാണെങ്കിലും ഭൂട്ടാൻ്റെ വിദേശകാര്യം, സുരക്ഷ, ദേശീയ സുരക്ഷ ഇതൊക്കെ നോക്കുന്നത് ഇന്ത്യയാണ്. വേണമെങ്കിൽ ഇന്ത്യയുടെ ഒരു സാമന്ത രാജ്യം എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല ഭൂട്ടാൻ. നേപ്പാളും അങ്ങനെയാണ്. നേപ്പാളുമായിട്ട് നമുക്ക് വലിയ സൗഹൃദമാണ്. നമുക്ക് ഇന്ത്യക്കാർക്കും നേപ്പാളികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വതന്ത്രമായിട്ട് പോകാം, വിസയൊന്നും വേണ്ട. മാത്രമല്ല നമുക്ക് ഒരു നേപ്പാളികളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഗൂർഖ റെജിമെൻ്റ് ഉണ്ട്. നേപ്പാളികൾക്ക് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ ഏത് ജോലിയും ചെയ്യാം, ഒരു വിലക്കുമില്ല. കാരണം മറ്റ് രാജ്യങ്ങളെ പോലെയല്ല. അപ്പോൾ ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധം ഒരു സാംസ്കാരിക ബന്ധമാണ്. കാരണം ഭൂരിപക്ഷം ജനങ്ങളും ഹിന്ദുക്കളാണ്. ലോകത്തിലെ ഏക ഹിന്ദു രാജ്യമായിരുന്നു. ആ ഹിന്ദു രാജ്യം അല്ലാതെ നേപ്പാളിനെ മാറ്റിയതിൻ്റെ പിന്നിലും സോണിയാഗാന്ധിയാണ്. ക്രിസ്ത്യാനിയായ സോണിയാഗാന്ധിയുടെ കളിയാണ്. ഇതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. ഇത് മനസ്സിലാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, അതിനു മുമ്പ് നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് ഒന്ന് പോകാം. നേപ്പാൾ ഇന്ത്യയുമായിട്ട് ചേരാൻ താല്പര്യപ്പെട്ട രാജ്യമായിരുന്നു. പക്ഷേ നെഹ്റു എടുത്ത ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. നെഹ്റുവിന് താല്പര്യമില്ലായിരുന്നു. നേപ്പാൾ അത് വേറെ രാജ്യമല്ലേ, നേപ്പാൾ അങ്ങനെ നിന്നോട്ടെ. ഇന്ത്യൻ സംസ്ഥാനമായിട്ട് നേപ്പാൾ മാറുന്നതിന് ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും പിന്നെ ഒരു 8-10-12% ബുദ്ധമതക്കാരും ഒക്കെ അനുകൂലിച്ചപ്പോൾ അതിന് വേണ്ട എന്ന നിലപാടായിരുന്നു നെഹ്റു എടുത്ത്. അന്ന് മുതലാണ് നേപ്പാൾ ഇങ്ങനെ നിൽക്കുകയും പിന്നീട് നേപ്പാൾ ഇന്ത്യക്കെതിരായ നിലപാടെടുക്കുന്ന തരത്തിലേക്കൊക്കെ ഇടയ്ക്കൊന്ന് മാറിയുണ്ടായി, ചില സ്ഥലങ്ങളുടെ പേരിലുള്ള തർക്കങ്ങളൊക്കെ വന്നിട്ട്. അപ്പോൾ എന്നാലും നമുക്ക് നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ശിഥിലമായത്, ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, സോണിയാഗാന്ധി കാരണമാണ്. 1987 രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി. രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു, ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പോൾ രാജീവ് ഗാന്ധിയുടെ ഭാര്യയാണ് സോണിയാഗാന്ധി എന്നതിലും തർക്കമില്ല. സോണിയാഗാന്ധി ക്രിസ്ത്യാനിയാണെന്നതിലും തർക്കമില്ല. 1983 മാത്രമാണ് സോണിയാഗാന്ധിക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടിയത്. അതിന് മുമ്പ് 1980 സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ വന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു കേസുണ്ട്. സെപ്റ്റംബർ 10 ഇന്നല്ലേ? അതെ. ഇന്നത് ആ കേസ് ഇന്ന് കോടതി പരിഗണിക്കാൻ പോവുകയാണ്. നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ആ കേസിലെ അടുത്ത ഘട്ടം എന്താണെന്നുള്ള ഒരു പക്ഷേ വരുമായിരിക്കും. അതവിടെ നിൽക്കട്ടെ, നമ്മുടെ വിഷയമല്ല. അങ്ങനെ 87 സോണിയാഗാന്ധിയും രാജീവ് ഗാന്ധിയും കൂടി പശുപതിനാഥ ക്ഷേത്രം വരും. ലോകത്തെമ്പാടുമുള്ള ഹിന്ദുക്കളുടെ ഏറ്റവും പവിത്രമായ ഒരു ആരാധനാ സ്ഥലമാണ് പശുപതിനാഥ ക്ഷേത്രം. അവിടെ കയറിയപ്പോൾ അവിടുത്തെ പൂജാരിമാർ പറഞ്ഞു, രാജീവ് ഗാന്ധിക്ക് കയറാം, സോണിയാഗാന്ധിക്ക് കയറാൻ പറ്റില്ല. കാരണം ക്രിസ്ത്യാനിയാണ്, ഹിന്ദു ക്ഷേത്രത്തിൽ ക്രിസ്ത്യാനിക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സോണിയാഗാന്ധി, ഇന്ത്യയിലെ മഹാറാണി എന്ന് ഭാവിച്ച് നടക്കുന്ന സോണിയാഗാന്ധിയെ നേപ്പാൾ എന്ന് പറയുന്ന ഒരു ചെറിയ രാജ്യം ഇവിടെ കയറാൻ പറ്റില്ല, നിങ്ങൾ ഹിന്ദു അല്ലാത്തതുകൊണ്ട് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞത് സോണിയാഗാന്ധിക്ക് വലിയ മുറിവുണ്ടാക്കി, വലിയ അപമാനമുണ്ടാക്കി. അപ്പോൾ ഈ സോണിയാഗാന്ധിയുടെ തലയണ മന്ത്രത്തിനപ്പുറത്തും മറ്റൊന്നുമില്ല ആർക്ക്? രാജീവ് ഗാന്ധിക്ക്. അതുകൊണ്ടാണല്ലോ സോണിയാഗാന്ധിക്ക് ഒരു ആഗ്രഹം വന്നു, ഒരു അവധി ആഘോഷിക്കണം. എവിടെ ആഘോഷിക്കണം? നമ്മുടെ വിമാനവാഹിനി കപ്പലായ വിക്രാന്തിൽ ആഘോഷിക്കണം എന്ന് പറഞ്ഞ് സോണിയ, രാജീവ്, രാഹുൽ, പ്രിയങ്ക അടക്കമുള്ളവർ ഈ കപ്പലെടുത്തിട്ട് കടലിൽ പോയി രാത്രി കള്ള് കുടിച്ച് ആഘോഷിച്ചു. ഇന്ത്യയുടെ വിമാനവാഹിനി കപ്പലെടുത്ത്, കള്ളം പറയുന്നതല്ല, ഇപ്പം സോഷ്യൽ മീഡിയയിലെല്ലാം കിടപ്പുണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്തറിയാം. അങ്ങനെ ഇന്ത്യ രാജ്യത്തിൻ്റെ സൈനികവും സാമ്പത്തികവും ആയിട്ടുള്ള എല്ലാ വിഭവങ്ങളും തങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്, തങ്ങൾക്ക് ചൂഷണം ചെയ്യാനുള്ളത് എന്ന് കരുതിയ ഒരു കിരീടം വയ്ക്കാത്ത മദാമ്മ രാജ്ഞിയുടെ അഭിമാനത്തിനേറ്റ ക്ഷതമായിരുന്നു നേപ്പാളിൽ നിന്നുണ്ടായത്. ബീരേന്ദ്ര രാജാവിനെ വിളിച്ചു പറഞ്ഞു. രാജാവ് പറഞ്ഞു, ക്ഷേത്രം വിശ്വാസത്തിൻ്റെ കാര്യമാണ്, ഞാൻ ഇടപെടില്ല എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു. അന്ന് അതിനുശേഷം
രാജീവ് ഗാന്ധി നേപ്പാളിനോട് എടുത്ത നിലപാട് ചരിത്രമാണ്. നേപ്പാളിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് രാജീവ് ഗാന്ധി റോയെ ചുമതലപ്പെടുത്തി എന്നാണ് പറയുന്നത്. ഇത് റോയുടെ സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന അമർ ഭൂഷൺ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ഇൻസൈഡ് നേപ്പാൾ. ഇൻസൈഡ് നേപ്പാൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ റോയുടെ സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന അമർ ഭൂഷൺ ഈ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അവിടെ ചൈനയിൽ നിന്ന് നേപ്പാൾ ആയുധം വാങ്ങുന്നു, ചൈനീസ് പക്ഷത്തേക്ക് തിരിയുന്നു എന്നൊക്കെ പറഞ്ഞ് നേപ്പാൾ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ രാജീവ് ഗാന്ധി ആരംഭിച്ചു. എന്തിൻ്റെ പേരിൽ? സോണിയയ്ക്ക് അപമാനമുണ്ടായതിൻ്റെ പേരിൽ. രാജീവ് ഗാന്ധി ഒരു നല്ല ഹിന്ദു ആണെങ്കിൽ സോണിയയോട് പറയേണ്ടത് അങ്ങനെയല്ല, ഇത് ഞാൻ ഉൾപ്പെടുന്ന മതത്തിൻ്റെ വിശ്വാസമാണ്. അങ്ങനെ പറയണമെങ്കിൽ അയാൾ ഹിന്ദു ആയിരിക്കണം, വിശ്വാസമാണ്, അത് അങ്ങനെയാണ്. അത് ഇൻസൾട്ടഡ് ആവേണ്ട കാര്യമില്ല. അത് അവരുടെ രാജ്യം, അവരുടെ വിശ്വാസം, അതിനെ മാനിക്കൂ എന്ന് പറയണമായിരുന്നു. പക്ഷേ അങ്ങനെയില്ല. നമ്പർ 10 ജൻപതിൽ ചാപ്പലുണ്ടാക്കി വെച്ചിരിക്കുന്ന സോണിയാഗാന്ധിക്ക് വേണ്ടിയിട്ട് രാജീവ് ഗാന്ധിക്ക് വേറെ നിലപാടെടുക്കാൻ കഴിയില്ല. അങ്ങനെ റോയെ ഉപയോഗിച്ച് നേപ്പാൾ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 2001 ജൂൺ 1 നാരായണ ഹിതി കൊട്ടാരത്തിൽ ഒരു കൂട്ടക്കൊല നടക്കുന്നു. കൂട്ടക്കൊല നടത്തിയത് അടുത്ത കിരീടാവകാശിയായ ദീപേന്ദ്ര രാജാവ്. അയാൾ ഒരു തോക്കെടുത്ത് കണ്ടവരെ അങ്ങ് വെടിവെച്ചു വന്നു. കൊല്ലപ്പെട്ടതിൽ വീരേന്ദ്ര രാജാവുണ്ട്, ഐശ്വര്യരാജ്ഞിയുണ്ട്. ആ രാജകുടുംബത്തിലെ മിക്കവാറും എല്ലാവരെയും ഈ ദീപേന്ദ്ര യുവരാജാവ് കൊലപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. അതിനുശേഷം എന്ത് ചെയ്തു? ഇയാൾക്ക് ഇവരെല്ലാം കൊന്നിട്ട് രാജാവാകണം, അതാണ് ഇയാളുടെ ആഗ്രഹം എന്നിരിക്കെ ഇയാൾ കൊലപ്പെടുത്തിയിട്ട് രാജാവായിട്ട് പ്രഖ്യാപിച്ചാൽ മതിയല്ലോ. അതെ. പക്ഷെ ചെയ്തത് എന്താണ്? പിന്നീട് പറയുന്ന കഥ എന്ന് പറഞ്ഞ് ഇയാൾ സ്വയം വെടിവെച്ച് ഏതാനും ദിവസം കോമയിൽ കിടന്നിട്ട് ദീപേന്ദ്രയും മരിച്ചു. അപ്പോൾ ഈ പിന്നീട് നടന്ന കഥ എന്ന് പറയുന്നത് എന്താ? പിന്നീട് പറഞ്ഞ കഥ എന്ന് പറഞ്ഞാൽ രാജഭരണം അവസാനിച്ചു, ജനാധിപത്യം. കഥ ഇതാണ്. കഥ എന്ന് പറയാൻ കാരണം ഇതിനെക്കുറിച്ചുള്ള ഒരു തിയറി വീരേന്ദ്ര രാജാവിൻ്റെയും ഐശ്വര്യ രാജ്ഞിയുടെയും കൊലപാതകത്തിന് പിന്നിൽ റോയ് ആണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. കാരണം അത് ഭരിക്കുന്ന സർക്കാരിൻ്റെ താല്പര്യമാണല്ലോ ഏജൻസികൾ അതെ ചെയ്യുന്നത്. അപ്പം നമ്മൾ റോയെ കുറ്റപ്പെടുത്തുകയല്ല. റോയോട് പറഞ്ഞിരിക്കുന്ന നിർദ്ദേശം രാജഭരണം അവിടെ അവസാനിപ്പിക്കണം. അത് ഇന്ത്യ സർക്കാരിൻ്റെ താല്പര്യമാണ്. നേപ്പാളിലെ രാജഭരണം അവസാനിക്കണം, എന്നിട്ട് ജനാധിപത്യ ഭരണം. കാരണം നേപ്പാളി കോൺഗ്രസ് എന്നൊരു പാർട്ടി ഇവിടെയുണ്ട്, പിന്നെ നേപ്പാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്, മാവോയിസ്റ്റ് പാർട്ടിയുണ്ട്. അപ്പോൾ നേപ്പാളി കോൺഗ്രസ് വലിയ പാർട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഭരണം നേപ്പാളി കോൺഗ്രസിന് വരും. നേപ്പാളി കോൺഗ്രസിനെ സ്വാധീനിക്കാൻ ഇന്ത്യയിലെ കോൺഗ്രസിന് കഴിയും എന്നൊക്കെയുള്ള തിയറി ആയിരിക്കും ഒരു ഓപ്പറേഷൻ. അപ്പോൾ രാജഭരണം അവസാനിക്കണം എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? രാജഭരണം തോന്നും രാജഭരണം പോയിട്ട് ജനാധിപത്യ രാജ്യം വരികയല്ലേ, നല്ലതല്ലേ എന്ന് ചോദിക്കാം. അങ്ങനെയല്ല. രാജഭരണം അവസാനിക്കണം എന്ന് പറഞ്ഞാൽ ഹിന്ദു രാജ്യഭരണം അവസാനിക്കണം എന്നാണ്. ഹിന്ദു രാജ്യമായിരുന്നു നേപ്പാൾ. അപ്പോൾ എൻ്റെ ഭാര്യയായ സോണിയാഗാന്ധിയെ അപമാനിച്ചത് ഹിന്ദുവിൻ്റെ പേരിലാണെങ്കിൽ, ഹിന്ദു മതത്തിൻ്റെ പേരിലാണെങ്കിൽ ഇനി ലോകത്ത് ഹിന്ദു രാജ്യമായിട്ട് നേപ്പാൾ നിൽക്കണ്ട. അത് ഹിഡൻ അജണ്ടയാണല്ലേ? ഹിഡനല്ല, പരസ്യമായ അജണ്ട എന്ന് പറയപ്പെടുന്നു. അപ്പോൾ ഈ സംശയമുള്ളവർക്ക് ഇൻസൈഡ് നേപ്പാൾ എന്നുള്ള അമർ ഭൂഷണിൻ്റെ പുസ്തകം വായിക്കാം, ലഭ്യമാണ്, ആമസോണിലൊക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനൊരു തിയറിയുണ്ട്. അപ്പോൾ നേപ്പാളിനെ ഇങ്ങനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചത് ഇന്ത്യ സർക്കാരാണ്, റോയാണെന്ന് പറയപ്പെടുന്നത്. ഇനി നോക്കൂ, നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഈ പറഞ്ഞ സാംസ്കാരിക ബന്ധമാണ്. ജനകൻ അല്ലേ, നമ്മുടെ സീതയുടെ പിതാവായ ജനകൻ ഭരിച്ച രാജ്യമാണ്. നമ്മുടെ പശുപതിനാഥ ക്ഷേത്രം അടക്കമുള്ള ക്ഷേത്രങ്ങൾ അവിടെയാണ്. ഹിന്ദുമതം, ശ്രീബുദ്ധൻ അല്ലേ, അതെ, ബുദ്ധൻ്റെ സ്ഥലം. അങ്ങനെ നമുക്ക് ഒരിക്കലും ഇന്ത്യൻ സംസ്കാരവുമായി വേർപിരിക്കാൻ കഴിയാത്ത ഒരു സ്ഥലമാണ് നേപ്പാൾ. പിന്നെയുള്ളത് അവിടെ നേപ്പാളിലെ 80% ഹിന്ദുക്കൾ, 7%, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് 12 അല്ല 7% ബുദ്ധമതക്കാർ. പിന്നെ ഈ ബാക്കിയുള്ളതിൽ ഇപ്പോൾ അത്യാവശ്യം നേപ്പാളിൽ ഈ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് ആയിട്ട് പേര് കേട്ടാൽ ഹിന്ദു ആണെന്ന് തോന്നും, അല്ലെങ്കിൽ ബുദ്ധമതക്കാരനാണെന്ന് തോന്നും. പക്ഷേ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്ന ഒരു വിഭാഗം പതുക്കെ ബുദ്ധമതക്കാരേക്കാൾ കൂടുതൽ ഇപ്പോൾ നേപ്പാളിലുണ്ട്. ഇപ്പോഴത്തെ പ്രക്ഷോഭത്തിൻ്റെ ഒരു പശ്ചാത്തലം അങ്ങനെയാണ്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് എന്നറിയോ, ഇപ്പോൾ ഇന്ത്യക്കൊരു സുവർണാവസരമാണ്. നേപ്പാളിൻ്റെ, പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ നേപ്പാളിൽ ഇപ്പോൾ വലിയ കലാപം നടക്കുന്നു. ഇന്ത്യ വിചാരിച്ചാൽ വേണമെങ്കിൽ നേപ്പാളിനെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ ഇപ്പോൾ കഴിയും. സിക്കിം 75-ലാക്കാമെങ്കിൽ നേപ്പാളിനെ എന്തുകൊണ്ട് ഇപ്പോൾ ആക്കിക്കൂടാ? അതിനൊരു കാരണം, അതിനുപയോഗിക്കാവുന്ന ഒരാളുണ്ട്. ആ ആളുടെ പേര് യോഗി ആദിത്യനാഥ് എന്നാണ്. യോഗി നേപ്പാളിൽ ഏറ്റവും സ്വീകാര്യനായ ഗോരഖ്നാഥൻ്റെ
പൂജാരിയാണ് അല്ലേ. നമ്മൾ 18 സിദ്ധന്മാരുണ്ട്. 18 സിദ്ധന്മാരെന്ന് പറഞ്ഞാൽ വാത്മീകി, പതഞ്ജലി, നന്ദിദേവർ, അഗസ്ത്യർ, തിരുമൂലർ, ഭോഗർ, പാമ്പാട്ടി സിദ്ധർ, ധന്വന്തരി, കമലമുനി, മയ്യാമുനി, കൊങ്ങനാവർ, ഘോരക്നാഥ്, സാട്ടമുനി, സുന്ദരനാടാർ, രാമദേവർ, കുടുംബൈ, കരുവരാർ, ഇടിക്കാതർ എന്നൊക്കെ പറയുന്നതാണ് 18 സിദ്ധന്മാർ. ഈ 18 സിദ്ധന്മാരിൽ നന്ദിദേവരും ഘോരക്നാഥനും മാത്രമാണ് ഈ ദ്രാവിഡ ബന്ധമില്ലാത്തത്. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഈ ഘോരക്നാഥനെ ദക്ഷിണേന്ത്യയിലുള്ളവരും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലുള്ളവരും അംഗീകരിച്ചിട്ടുണ്ട്. അതായത് ഘോരക്നാഥനെ കൊരക്കർ എന്നാണ് വിളിക്കുന്നത്. കൊരക്കർ അഗസ്ത്യരുടെയും ഭോഗരുടെയും ശിഷ്യനാണ് അല്ലെങ്കിൽ ഘോരക്നാഥ് എന്നൊരു വിശ്വാസമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ഘോരക്നാഥൻ്റെ ജീവസമാധി ഉള്ളത് നാഗപട്ടണത്താണ്. അപ്പോൾ ഘോരക്നാഥൻ നോർത്ത് ഇന്ത്യയിലാണ് എങ്കിൽ പോലും കോരക്കർ എന്ന് തമിഴന്മാർ വിളിക്കുന്ന ഘോരക്നാഥൻ്റെ ജീവസമാധി നാഗപട്ടണത്തുണ്ട്. ദീക്ഷാ ഗുരു ആയിട്ടുള്ള മഹേന്ദ്രനാഥാണ് ഘോരക്നാഥൻ്റെ ദീക്ഷാഗുരു എന്ന് പറയുന്നു. അദ്ദേഹമാണ് ഈ ഹഠയോഗത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ദശനാമി സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ് ഹഠയോഗം ഉണ്ടായി വന്നതെന്ന് വേറൊരു വിശ്വാസമുണ്ട്. ഏതായാലും ഈ മത്സ്യേന്ദ്രനാഥിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. മത്സ്യേന്ദ്രനാഥാണ് ഈ കൗള ആചാരത്തിൻ്റെ ഉപജ്ഞാതാവായിട്ടും അറിയപ്പെടുന്നത്. കൗള ജ്ഞാന നിർണയം നടത്തിയത് മത്സ്യേന്ദ്രനാഥാണെന്നൊക്കെ പറയപ്പെടും. ഇതൊക്കെ ഞാൻ സാന്ദർഭികമായി പറഞ്ഞതേ. അപ്പോൾ ഈ ഘോരക്നാഥൻ്റെ മഠാധിപതിക്ക് വലിയ സ്വാധീനം എവിടെയുണ്ട്? നേപ്പാളിലുണ്ട്. നേപ്പാൾ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ ഘോരക്നാഥൻ്റെ പ്രതിപുരുഷന് കഴിയും. അതിപ്പോൾ യോഗി ആദിത്യനാഥാണ്. യോഗിയെ തന്ത്രപരമായി ഇടപെടുത്തിയാൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ കലങ്ങിത്തിരിഞ്ഞ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് രാജഭരണത്തിന് അനുകൂലമായി രാജഭരണം തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ട് 2-3 മാസങ്ങൾക്ക് മുമ്പ് നേപ്പാളിൽ വലിയ പ്രക്ഷോഭം നടന്നു. ഹിന്ദു ഭരണം തിരിച്ചു വരണം. അപ്പം ഘോരക്നാഥൻ്റെ പ്രതിനിധിയായിട്ടുള്ള യോഗി ആദിത്യനാഥ് വളരെ തന്ത്രപരമായി ഒരിടപെടൽ ഇപ്പോൾ നേപ്പാളിൽ നടത്തിയാൽ, അതിന് ഇന്ത്യ സർക്കാർ അനുവദിച്ചാൽ, താല്പര്യമെടുത്താൽ, ഒരുപക്ഷെ നേപ്പാൾ ഒരു ഇന്ത്യയുടെ ഭാഗമാക്കാൻ പോലും കഴിയും. അതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നേപ്പാളിൽ ഇന്ത്യക്ക് താല്പര്യമുള്ള ഒരു ഭരണം കൊണ്ടുവരാനെങ്കിൽ കഴിയും. അതിനുള്ള ഒരു സന്ദർഭം ഇപ്പോൾ മുന്നിലുണ്ട്. ഏതായാലും നേപ്പാളിനെ തകർത്തത് ഇന്ത്യയാണ്. ഇന്ത്യ തകർത്തത് നേപ്പാൾ ഒരു ഹിന്ദു രാജ്യമായതുകൊണ്ടാണ്. നേപ്പാൾ ഹിന്ദു രാജ്യമായി നേപ്പാൾ തുടരണ്ട എന്ന് തീരുമാനിച്ചത് രാജീവ് ഗാന്ധിയുടെ ഭാര്യയാണ്. രാജീവ് ഗാന്ധിയുടെ ഭാര്യയ്ക്ക് അങ്ങനെ തോന്നാൻ കാരണം അവർ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ്. അമ്പലത്തിൽ കയറ്റിയില്ല എന്നുള്ളതുകൊണ്ടാണ്. അവർ അമ്പലത്തിൽ കയറ്റിയില്ല എന്ന പക കൊണ്ട് ഒരു രാജ്യത്തെ നശിപ്പിച്ച കഥയാണ് നേപ്പാളിനെ ഇന്ന് ഈ പതനത്തിൽ എത്തിച്ചത്. നേപ്പാൾ ഒരുപക്ഷെ അന്ന് ബീരേന്ദ്ര രാജാവിൻ്റെ ഭരണം തുടർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നേപ്പാൾ ഇപ്പം സിക്കിം ചോങ്ക്യാൽ രാജവംശമാണല്ലോ. രാജവംശം തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യും, ഒരു ഹിതപരിശോധന നടത്തിയിട്ട് ജനങ്ങൾക്ക് ഇന്ത്യ ചേരണമെങ്കിൽ ചേരട്ടെ എന്ന് 75 തീരുമാനിച്ചു. അങ്ങനെ 2001-ലാണ് ബീരേന്ദ്ര രാജാവ് കൊല്ലപ്പെടുന്നത്. ബീരേന്ദ്ര രാജാവ് കൊല്ലപ്പെടാതെ വീണ്ടും ആ ഭരണം തുടരുകയും പിന്നീട് ഒരിക്കൽ രാജാവ് തീരുമാനിക്കുകയാണ്, കാശ്മീർ അങ്ങനെയല്ലേ വന്നത്, ഹരിസിംഗ് ഇന്ത്യയോട് ചേരാൻ തീരുമാനിച്ചു. ബീരേന്ദ്ര രാജാവ് തീരുമാനിക്കുകയാണ്, ഞാൻ ഇന്ത്യയിൽ ചേരാൻ തീരുമാനിച്ചാൽ ഇന്ത്യയുടെ ഭാഗമായി നേപ്പാൾ മാറുമായിരുന്നു. അതിനെ നെഹ്റു തുടക്കത്തിൽ അട്ടിമറിച്ചു. സോണിയ ആ രാജവംശത്തെ തന്നെ മുച്ചൂടും മുടിച്ചു കളഞ്ഞു, സോണിയയുടെ പക. അപ്പോൾ സോണിയാഗാന്ധിക്ക് അങ്ങനെ ഒരു മുഖം കൂടിയുണ്ട്. ഒരു ഇറ്റലിക്കാരി വന്ന് ഇന്ത്യയിലെ സംസ്കാരത്തെയും ഇന്ത്യയിലെ മതത്തെയും ഇന്ത്യയിലെ വിശ്വാസത്തെയും ഹനിച്ചുകൊണ്ട് അത്തരം വിശ്വാസങ്ങൾ വിദേശത്തൊരു രാജ്യം, ഇന്ത്യയുമായി നാഭീനാള ബന്ധമുള്ള ഒരു രാജ്യം ഉയർത്തിപ്പിടിച്ചാൽ അത് തനിക്ക് നേരിട്ട അപമാനമാണെന്ന് കരുതി ആ രാജ്യത്തെ മുച്ചൂടും മുടിച്ച ഒരു കഥ കൂടിയുണ്ട്. ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ പറയത്തില്ല. ഏതായാലും സോണിയാഗാന്ധിയുടെ പക നേപ്പാളിനെ എങ്ങനെ മാറ്റിമറിച്ചു എന്നതിൻ്റെ ഏറ്റവും പുതിയ അധ്യായങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.